നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. വാർത്താമഴയിലേക്ക് വിശദമായി. അതിശക്തമായ മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. മരങ്ങൾ കടപുഴകിയും മണ്ണിടിഞ്ഞും നിരവധി വീടുകൾ തകർന്നു. ഒട്ടേറെ കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. തീരദേശത്ത് കടലാക്രമണം രൂക്ഷമാണ്. കനത്ത മഴയെ തുടർന്ന് വിവിധ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. കണ്ണൂർ, വയനാട് ജില്ലകളിലാണ് മഴ കൂടുതൽ ദുരിതം വിതച്ചത്. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തവിഞ്ഞാൽ തലപ്പുഴയിൽ ഇന്നലെ രാത്രിയാണ് മലവെള്ളപ്പാച്ചിലുണ്ടായത്. നിലവിൽ നീരൊഴുക്കിന്റെ തോത് കുറഞ്ഞിട്ടുണ്ട്. കാപ്പിക്കളത്ത് ഷൈലജ തങ്കപ്പന്റെ വീട് മണ്ണിടിഞ്ഞ് ഭാഗികമായി തകർന്നു. ആളുകളെ ഇവിടുന്ന് കടത്താൻ വല്ലാതെ ബുദ്ധിമുട്ടി. ഈ പ്രദേശത്ത് 7ഓളം ഏറ്റവും അധികം പ്രായമുള്ള, എന്ന് വെച്ചാൽ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള 7ഓളം ആളുകളുണ്ട്. പിന്നെ കന്നുകാലികളുണ്ട്. ഇവയെല്ലാം തന്നെ നമ്മൾ ഇന്നലെ അക്കരെ എത്തിക്കുകയാണ് ചെയ്തത്. അത് തന്നെ കാപ്പിത്തോട്ടത്തിലൂടെയൊക്കെ നമ്മൾ കടത്തിയിട്ടാണ് അക്കരെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു ആശങ്ക ഉണ്ടാക്കുന്നതാണ്. കാരണം ഇങ്ങനെ മഴ തുടരുകയാണെങ്കിൽ ഇനിയും മക്കിമലയിൽ എവിടെയെങ്കിലും കാട്ടിനുള്ളിൽ ഇനിയും മണ്ണിടിച്ചിലുണ്ടായാൽ, പക്ഷേ ഇവിടുത്തെ ആളുകളെല്ലാം സുരക്ഷിതരാണ്. അവരെല്ലാം തന്നെ മാറ്റി പാർപ്പിച്ചു. ബത്തേരി പനമരം റോഡിൽ ബീനാച്ചിക്ക് സമീപം റോഡിലേക്ക് മരം കടപുഴകി വീണു. കുമ്പളേരി, കാരൻകൊല്ലി, തലപ്പുഴ, മക്കിമല റോഡ്, താഴെ അരിവയൽ, വള്ളിയൂർക്കാവ്, കാവണക്കുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിലും മരം കടപുഴകി വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തിയാണ് മരങ്ങൾ മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ബത്തേരി കല്ലുമുക്ക്, മംഗലത്ത് കുര്യാക്കോസ്, പനമരം മലങ്കരയിൽ, വല്ലാട്ടുപറമ്പിൽ ഷാജി എന്നിവരുടെ വീടുകൾക്ക് മുകളിലും മരം വീണു. സുഗന്ധഗിരി, മാനന്തവാടി, കമ്മന തുടങ്ങിയ പ്രദേശങ്ങളിലും വീടിന് മുകളിൽ മരം വീണു. വൃഷ്ടിപ്രദേശത്ത് മഴ തുടർന്നതോടെ ബാണാസുരസാഗർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടർ 85 സെന്റിമീറ്റർ ഉയർത്തി. പിലാക്കാവിൽ 21 ആദിവാസി കുടുംബങ്ങളെയും പടിഞ്ഞാറത്തറ തെങ്ങുമുണ്ടയിൽ 6 കുടുംബങ്ങളെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. കണ്ണൂരിലും മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. മലയോര മേഖലയിൽ കനത്ത മഴയിൽ വ്യാപക നാശമുണ്ടായി. ആറളത്ത് മലവെള്ളപ്പാച്ചിൽ 20ഓളം വീടുകളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറി. കാര്യമായി കയറി. ഞാൻ മുകളിലെ പോയി നിന്ന് രാത്രി മുകളിലെ വീട്ടിൽ കഞ്ഞി പോലും വെച്ച് കുടിക്കാൻ പറ്റില്ല. ചളിയും വെള്ളവും നിറഞ്ഞു നോക്കുമ്പോൾ അങ്ങോട്ട് റോഡിന്റെ മുകളിൽ കിടക്കാൻ പോലും പറ്റില്ല. ബാവലി, കക്കുവ പുഴകൾ കരകവിഞ്ഞൊഴുകി. മുണ്ടയാമ്പറമ്പിലും വീടുകളിൽ വെള്ളം കയറി. ഇരിക്കൂർ, പടയങ്കോട് വെള്ളം കയറി. ഇരിട്ടി, തളിപ്പറമ്പ് സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റിൽ പയ്യന്നൂർ, കണ്ടോത്ത്, ശ്രീകുറുമ്പ ക്ഷേത്ര പരിസരത്തെ കൂറ്റൻ ആൽമരം കടപുഴകി വീണു. ക്ഷേത്രത്തിന്റെ നടപ്പന്തൽ ഭാഗികമായി തകർന്നു. 24 വയനാട്, കണ്ണൂർ. കനത്ത മഴയ്ക്കും കാറ്റിനും പുറമെ കോഴിക്കോട് മിന്നൽ ചുഴലിയും. വിലങ്ങാട് വീശിയടിച്ച മിന്നൽ ചുഴലിയിൽ നിരവധി വീടുകൾ തകർന്നു. മലപ്പുറം, പൊന്നാനി, പാലപ്പെട്ടിയിൽ വീടുകൾ കടലെടുത്തു. പാലക്കാടിന്റെ വിവിധ ഭാഗങ്ങളിലും മഴയിൽ നാശനഷ്ടങ്ങളുണ്ടായി. രാത്രിയിലും പുലർച്ചെയുമായി പെയ്ത കനത്ത മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശനഷ്ടമാണ് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായത്. പുലർച്ചെ വിലങ്ങാട് വീശിയടിച്ച മിന്നൽ ചുഴലിയിൽ 4 വീടുകൾക്ക് മുകളിൽ മരം വീണു. ഇന്ദിരാനഗർ, വാളൂക്ക്, ഉരുട്ടിപ്പാലം എന്നിവിടങ്ങളിലാണ് കാറ്റ് നാശം വിതച്ചത്. കൊയിലാണ്ടി നഗരസഭയിലെ 3 കുടുംബങ്ങളെ കോതമംഗലം ഗവൺമെന്റ് LP സ്കൂളിലേക്ക് മാറ്റി താമസിപ്പിച്ചു. മാവൂർ കച്ചേരിക്കുന്നിൽ വീടുകളിൽ വെള്ളം കയറി. ഇരുവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും നിറഞ്ഞൊഴുകുകയാണ്. കക്കയം ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ വെള്ളം തുറന്നുവിട്ടു. താമരശ്ശേരി ചുരം 4-ാം വളവിൽ റോഡിലേക്ക് വീണ മരം ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരും പാറക്കഷണം ഫയർഫോഴ്സും നീക്കം ചെയ്തു. പനങ്ങാട് മേഖലയിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. കോഴിക്കോട് കാപ്പാട് കുളത്തിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കുകയായിരുന്ന യുവാവ് മുങ്ങി മരിച്ചു. അഹമ്മദ് റബ്ബാണ് മരിച്ചത്. പാലക്കാട് നെന്മാറയിൽ ഇന്നലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 45-കാരനായുള്ള തെരച്ചിൽ തുടരുകയാണ്. മണ്ണാർക്കാട് കുമരംപുത്തൂർ നെച്ചുള്ളിയിൽ മരം വീണ് 2 വീടുകൾ തകർന്നു. മലപ്പുറം പൊന്നാനിയിൽ കടലാക്രമണത്തെ തുടർന്ന് വീടുകൾ തകർന്നു. മങ്കട വറ്റല്ലൂരിൽ വല്ലീശനാഥന്റെ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. മൂന്നാറിന് സമീപം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വൻ മണ്ണിടിച്ചിൽ. ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. പെരുമഴയിൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഉയർന്നു. ഇന്നലെ വൈകിട്ട് 9 മണിയോടെ മൂന്നാർ ദേവികുളം റോഡിൽ പഴയ ഗവൺമെന്റ് കോളേജിന്റെ ഭാഗത്താണ് ആദ്യം മണ്ണിടിഞ്ഞത്. ഇതുവഴി എത്തിയ ലോറി മണ്ണിനടിയിൽപ്പെട്ട് ഡ്രൈവർ അന്തോണിയാർ കോളനി സ്വദേശി ഗണേശൻ മരിച്ചു. പുലർച്ചെയോടെയാണ് വീണ്ടും മണ്ണിടിഞ്ഞത്. ബോട്ടാണിക്കൽ ഗാർഡന്റെ ഒരു ഭാഗം നശിച്ചു. ഇനിയും മണ്ണിടിയാൻ സാധ്യതയുള്ളതിനാൽ ആശങ്കയുണ്ടെന്ന് നാട്ടുകാർ.
മഴ തുടങ്ങുമ്പോൾ ഇതിലൂടെ ഒരു കൈയെടുപ്പും ഇല്ല തീർച്ചയായിട്ടും. അതായത് ഒരു കാര്യം കറക്റ്റ് കൈകാര്യം ചെയ്യണം. കളക്ട് ചെയ്ത് മുന്നറിയിപ്പ് ഈ 3 ദിവസമായിട്ട് ശക്തമായിട്ട് മഴ. ഇന്നലെ വരെ സ്കൂൾ വെച്ചിട്ടുണ്ട്, മനസ്സിലായോ? അതായത് സ്കൂളെല്ലാം ഒഴിവാക്കേണ്ടതായിരുന്നു. മിനിങ്ങാന്ന് മുതൽ ഒടുക്കത്തെ വഫേ ഫോയിൽ എന്ന് പറഞ്ഞ് ഇവിടെ കേരളത്തിൽ വന്നിട്ടുള്ളതാണ്. 5 ദിവസം ഇതിന് മുന്നറിയിപ്പ് വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട്. വാർത്തയിൽ ഇതുവരെ അറിയിച്ചിട്ടില്ല. ഉടുമ്പൻചോല പാറത്തോട്ടിൽ തോട്ടം തൊഴിലാളികളായ സൂര്യ വിമല ദമ്പതികളുടെ വീടും സെൽവം റാണി ദമ്പതികളുടെ വീടുമാണ് ശക്തമായ കാറ്റിൽ തകർന്നത്. സംഭവ സമയം വീട്ടിലുണ്ടായിരുന്നവർ പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ വൻ അപകടം ഒഴിവായി. ജലനിരപ്പ് ഉയർന്നതോടെ ഇടുക്കി ഡാമിൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു. 2 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്താൽ പലയിടങ്ങളിലും മണ്ണിടിയുകയാണ്. ശക്തമായ കാറ്റിൽ വ്യാപകമായി മരങ്ങൾ കടപുഴകി വീഴുന്നു. മലയോര മേഖലയിലൂടെയുള്ള യാത്രയ്ക്ക് കൃത്യമായ ജാഗ്രത പുലർത്തണം. സുമിത്രൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. മുതിർന്ന CPIM നേതാവ് ജി സുധാകരൻ ഇപ്പോൾ സംസാരിക്കുകയാണ്. കൂടെ അയച്ചിട്ടുണ്ട്. സുരേഷ് കുറുപ്പിൻ്റെ ലേഖനമൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ഇത് വികസൻ്റെ വീടല്ലേ. ഇവിടെ സുരേഷ് കുറുപ്പിൻ്റെ ലേഖനമൊന്നും ചർച്ച ചെയ്യേണ്ട സ്ഥലമല്ല. അത് പറഞ്ഞല്ലോ, അതൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. സുരേഷ് കുറുപ്പിൻ്റെ ലേഖനം എല്ലാവരും വായിച്ചില്ലേ? അതേപ്പറ്റി ഞാനൊന്നും പറയേണ്ട കാര്യമായിട്ടില്ല. ഉണ്ടായിരുന്നല്ലോ. അതെന്താ അതേപ്പറ്റി ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് പറഞ്ഞു. ഒരാൾ ഒരു പാർട്ടി നേതാവ് പറയുന്നതിനെ പറ്റി പ്രതികരിക്കേണ്ട കാര്യമില്ല. അതെല്ലാം പ്രതികരിക്കേണ്ട ഉണ്ടെങ്കിൽ ഉപരി കമ്മിറ്റിയിലുള്ളവരാണ് പ്രതികരിക്കേണ്ടത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. എന്തോ VSൻ്റെ ലൈൻ എന്ന് പറഞ്ഞാൽ ലൈനൊന്നും പാർട്ടിക്കല്ല, പാർട്ടി ലൈൻ മാത്രമേ ഉള്ളൂ. VSൻ്റെ ലൈൻ എന്ന് പറഞ്ഞൊരു ലൈനൊന്നും VS ഉണ്ടാക്കിയിട്ടില്ല. പാർട്ടി ലൈനാണ്. ആ പാർട്ടി ലൈൻ ശരിയായി നടപ്പിലാക്കാൻ VSൻ്റെ പ്രവർത്തനങ്ങൾ ലൈനിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പ്രവർത്തനങ്ങളിലാണ്, ആശയത്തിലല്ല. എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുന്നവർക്കൊരു തിരുത്തലും ആണ്. ഞാൻ എൻ്റെ ലേഖനങ്ങളിലൊക്കെ എല്ലാ മാധ്യമങ്ങളും വന്ന് പ്രിന്റ് മീഡിയയൊക്കെ എടുത്ത് ഞാനൊരു കാര്യം പറഞ്ഞല്ലോ. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലൊട്ടാകെ ഇപ്പോൾ പാർട്ടി പഴയ സ്ഥിതിയിലല്ലല്ലോ. ഒന്നായിരുന്ന പാർട്ടിയുടെ കാലത്ത് AKജിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. പ്രധാനമായിട്ടൊന്ന് 3-4 പാർട്ടിയേ ഉള്ളൂ. കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സോഷ്യലിസ്റ്റുകാർ, പിന്നെ ജനസംഘം. ജനസംഘത്തിൻ്റെ ഒരു MP ഉണ്ടായിരുന്നു, സ്വതന്ത്ര പാർട്ടി ഒരു MP. സോഷ്യലിസ്റ്റുകാർക്ക് കുറച്ച്, പക്ഷേ അതിനേക്കാൾ കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാർക്കായിരുന്നു. അങ്ങനെയാണ് AKജി പ്രതിപക്ഷ നേതാവ്. 52-ലും 57-ലും 62-ലും അങ്ങനെയായിരുന്നു. പാർട്ടി വിഭജിക്കപ്പെട്ട ശേഷം, അതായത് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വിപ്ലവകരമായി പുനഃസംഘടിപ്പിച്ച ശേഷം 67-ലും വീണ്ടും 2 പാർട്ടിയും തമ്മിൽ യോജിച്ച് വീണ്ടും AKജി പ്രതിപക്ഷ നേതാവായല്ലോ. അപ്പോൾ അങ്ങനെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ രണ്ടാമത്തെ പാർട്ടിയായിരുന്നു പാർലമെൻറ്റിൽ. CPM CPI ആയി മാറിയ ശേഷവും നമുക്ക് 19 MLA-മാരുണ്ടായിരുന്നു. 2004 UPയുടെ കാലത്ത് നമുക്ക് ഏതാണ്ട് എത്രയാണ് 48 MP-മാർ, നല്ല MP-മാരുണ്ട്, MLA-മാരുണ്ട്. അത്രയൊക്കെ ശക്തമായി. ഇപ്പോൾ നമുക്ക് ആകെ 4 പേരേ ഉള്ളൂ. 1 കേരളം, 2 തമിഴ്നാട്, പിന്നെ രാജസ്ഥാനിൻ്റെ ഒരു സീറ്റ് വിജയിച്ചിട്ടുണ്ട്. CPIക്ക് തമിഴ്നാട്ടിൽ നിന്ന് 2, DMK മുന്നണിയായിട്ടുണ്ടാകും. 6 പേരേ ഉള്ളൂ. 62 ഉണ്ടായിരുന്ന സ്ഥാനത്ത് 2004 ഇപ്പോൾ 6 പേരേ ഉള്ളൂ. ത്രിപുരയിലും ബംഗാളിലും അധികാരം ഇപ്പോൾ ഇല്ലല്ലോ. ത്രിപുര അസംബ്ലിയിൽ സീറ്റൊന്നുമില്ല. ബംഗാൾ അസംബ്ലിയിൽ, ത്രിപുരയിൽ 14 സീറ്റ് ഇപ്പോഴും ഉണ്ട്. ആകെ 60 ഉള്ളവിടെ. അപ്പോൾ അവിടെ അടക്കം ഇന്ത്യയിൽ എല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മുന്നേറാനുള്ള വഴിയാണ് VS പോയ വഴിയാണ്. അതൊരു ലൈനല്ലത്. കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെ പ്രവർത്തിക്കണോ അതിങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് VS കാണിച്ചു തന്നു. അതാണ് കമ്മ്യൂണിസ്റ്റുകാർ യഥാർത്ഥത്തിൽ കർമ്മകാണ്ഡങ്ങളിൽ ചരിക്കേണ്ടത് എങ്ങനെയാണെന്ന് VS കാണിച്ചു തന്നു. ആ പാത എല്ലാ മെമ്പർമാരും. മുതിർന്ന CPIM നേതാവ് ജി സുധാകരൻ ഇപ്പോൾ സംസാരിക്കുകയായിരുന്നു. 2015 ആലപ്പുഴയിൽ നടന്ന CPIM സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് VS അച്യുതാനന്ദൻ ഇറങ്ങിപ്പോയതിന് കാരണം കൊച്ചു പെൺകുട്ടിയുടെ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം എന്ന് K സുരേഷ് കുറുപ്പ്. മാതൃഭൂമി വാരാന്ത പതിപ്പിലെ ലേഖനത്തിലാണ് സുരേഷ് കുറുപ്പിന്റെ തുറന്നു പറച്ചിൽ. കഴിഞ്ഞ ദിവസം ക്യാപിറ്റൽ പണിഷ്മെന്റിൽ പിരപ്പൻകോട് മുരളി നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഇപ്പോൾ K സുരേഷ് കുറുപ്പിന്റെയും തുറന്നു പറച്ചിൽ.
2012 തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ VS-നെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയമാക്കണമെന്ന് ഒരു യുവ നേതാവ് പറഞ്ഞെന്നായിരുന്നു മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം പിരപ്പൻകോട് മുരളിയുടെ വെളിപ്പെടുത്തൽ. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇത് തള്ളിപ്പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദം ആലപ്പുഴ സമ്മേളനത്തിലും ഉണ്ടായി എന്ന് മുൻ MLA സുരേഷ് കുറുപ്പ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. VS-ന്റെ കൊച്ചുമക്കളുടെ പ്രായമുള്ളവർ സമ്മേളനങ്ങളിൽ അദ്ദേഹത്തിനെതിരെ നിലവിട്ട് ആക്ഷേപങ്ങൾ ഉന്നയിച്ചുവെന്നാണ് സുരേഷ് കുറുപ്പ് പറയുന്നത്. 2015 ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി VS-നെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ അധിക്ഷേപം സഹിക്കാൻ പറ്റാത്ത VS വേദി വിട്ട് പുറത്തിറങ്ങിയെന്നും സുരേഷ് കുറുപ്പ് ലേഖനത്തിൽ പറഞ്ഞു. ആലപ്പുഴ സമ്മേളനത്തിൽ നടന്നത് VS വധം ആട്ടക്കഥയായിരുന്നുവെന്ന് VS-ന്റെ മുൻ PA A സുരേഷ്. 2012 അത്തരമൊരു പരാമർശം VS-നെതിരെ ഉണ്ടായതും VS-ന് അന്ന് വല്ലാതെ വിഷമവും വേദനയും ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നീട് VS അത് മറുപടി പറയാൻ VS നിർബന്ധിക്കപ്പെടുകയാണ് ചെയ്തത് പൊതുസമ്മേളനത്തിൽ. ആലപ്പുഴ സമ്മേളനം സത്യത്തിൽ VS-നെ അധിക്ഷേപിക്കാൻ വേണ്ടി ഒരു സമ്മേളനം നടത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം VS വധം ആട്ടക്കഥയായിരുന്നു ആ സമ്മേളനത്തിൽ. സുരേഷ് കുറുപ്പിന്റെ തുറന്നു പറച്ചിലുകളെ മന്ത്രി V ശിവൻകുട്ടി തള്ളി. സമ്മേളനത്തിൽ ഞാൻ ആലപ്പുഴ സമ്മേളനത്തിൽ പങ്കെടുത്തതാണ്. ആലപ്പുഴ സമ്മേളനത്തിൽ വെച്ചാണ് ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്നത്. അങ്ങനെ ഒരു നേതാവ് അവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിട്ടില്ല. VS നമ്മെ വിട്ട് പിരിഞ്ഞു പോകുന്ന അവസരം വരെ പാർട്ടിയുടെ ഒരു സീനിയർ നേതാവെന്നുള്ള നിലയിൽ കൊടുക്കാൻ കഴിയുന്ന എല്ലാ ബഹുമാനങ്ങളും പാർട്ടിയിലുള്ള ആബാലവൃദ്ധ ജനങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രതിനിധി സമ്മേളനങ്ങൾ ഉയർന്ന വിമർശനങ്ങളും കേന്ദ്ര നേതൃത്വത്തിന് അയച്ച കത്ത് പുറത്തു വന്നതുമാണ് VS സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കാരണമെന്നായിരുന്നു ഇതുവരെ പുറത്തുണ്ടായിരുന്ന വിവരം. 24 തിരുവനന്തപുരം. ഇപ്പോൾ മഴയ്ക്ക് ശമനമായെങ്കിലും എറണാകുളത്ത് 2 ദിവസത്തിനിടെ പെയ്ത കനത്ത മഴയിൽ 19 വീടുകൾ തകർന്നു. ആലപ്പുഴ ചെന്നിത്തലയിൽ സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞു. തൃശൂർ, കോട്ടയം ജില്ലകളിലും നാശനഷ്ടങ്ങളുണ്ടായി. കൊച്ചിയിൽ മഴ കുറഞ്ഞെങ്കിലും നാശനഷ്ടത്തിന് കുറവില്ല. 2.5 വർഷം മുമ്പ് പണി കഴിപ്പിച്ച തേവക്കൽ സ്വദേശി ലൈജുവിന്റെ വീട് മണ്ണിടിച്ചിലിൽ തകർന്നു. തലനാരിഴക്കാണ് ലൈജു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഉറങ്ങുമ്പോൾ സൗണ്ട് അങ്ങ് കേട്ട് അപ്പം എൻ്റെ മണ്ണ് എന്താ വന്ന് വീണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് 4 സ്റ്റെപ്പ് വെക്കലും ആ സാധനം വന്ന് ഒറ്റടി അടി. അപ്പം ഞാൻ എൻ്റെ ഭാഗത്തിന് ഞാൻ രക്ഷപ്പെട്ടാണ്. എറണാകുളത്ത് മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്രാ നിരോധനം തുടരുകയാണ്. തൃശൂരിലെ തീരദേശ മേഖലയിൽ കടലാക്രമണ രൂക്ഷം. തീരദേശത്തെ വീടുകൾ പലതും നിലംപതിക്കാറായ അവസ്ഥയിലാണ്. ആലപ്പുഴ ചെന്നിത്തലയിൽ കനത്ത മഴയിൽ സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞു വീണു. വെട്ടത്തുവിള LP സ്കൂളിന്റെ മതിലാണ് ഇടിഞ്ഞത്. ക്ലാസ് ഇല്ലാത്തതിനാൽ അപകടം ഒഴിവായി. കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം നിരവധി സ്ഥലങ്ങളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വീടുകൾക്കും വാഹനങ്ങൾക്കും കേടുപാട് സംഭവിച്ചു. വൈദ്യുതി വിതരണവും പലയിടങ്ങളിലും താറുമാറായിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. എറണാകുളത്ത് മോഷ്ടാവിനെ സാഹസികമായി പിടികൂടി പോലീസും ഫയർഫോഴ്സും. ആലുവ വാട്ടർ അതോറിറ്റി പമ്പ് ഹൗസിൽ മോഷ്ടിക്കാൻ എത്തിയ ആളെയാണ് ഓടിച്ചിട്ട് പിടികൂടിയത്. ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. വിഷ്ണു സുരേഷ് ഉണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. വിഷ്ണു, ഇത് എന്താണ് സംഭവം? വിഷ്ണു, ഉന്മേഷ്, ഇന്ന് രാവിലെ ആലുവ പമ്പ് ഹൗസിലാണ് സംഭവം നടന്നത്. ഒരു ഇതര സംസ്ഥാനക്കാരനെ ഈ പമ്പ് ഹൗസിന് സമീപം കണ്ടു. തുടർന്ന് പമ്പ് ഹൗസ് ജീവനക്കാർ ഇയാൾ ഒരു മോഷ്ടാവാണെന്നാണ് കരുതിയത്. അങ്ങനെ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിളിച്ചു വരുത്തി. ഇയാൾ ഈ പെരിയാറിലേക്ക് നീണ്ടുകിടക്കുന്ന വെള്ളമെടുക്കുന്ന ഭാഗത്തിലെ ഒരു സ്ലാബിൽ കയറി നിൽക്കുകയാണ്. ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടാൽ മനസ്സിലാകും. പോലീസ് എത്തിയിട്ടും ഇയാൾ കയറാൻ സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ ഇയാൾ വെള്ളത്തിലേക്ക് ചാടി. പിന്നാലെ പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചാടിയാണ് ഇയാളെ കരക്കെത്തിച്ചത്. ഇയാളെ മോഷ്ടാവെന്നാണ് ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത്. ഇയാളെ ആലുവ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് ഇയാൾക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് മനസ്സിലാകുന്നത്. പെരുമ്പാവൂരിൽ നിന്ന് 2 ദിവസമായി ഇയാളെ കാണാനില്ല എന്നാണ് ഇയാളുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇയാളെ ഒരുപക്ഷെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ഏതെങ്കിലും തരത്തിൽ മോഷണ ഉദ്ദേശ ലക്ഷ്യമുണ്ടോ എന്ന് ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഉന്മേഷ്. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്ന് 2 പേർ ഷോക്കേറ്റ് മരിച്ചു. പാലക്കാട് കൊടുമ്പിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് 65-കാരൻ മരിച്ചത്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വയോധികയ്ക്കും ജീവൻ നഷ്ടമായി. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് പാലക്കാട് കൊടുമ്പിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് 65-കാരനായ മാരിമുത്തു മരിച്ചത്.
പറമ്പിലൂടെ തേങ്ങ പെറുക്കാൻ പോയതായിരുന്നു മാരിമുത്തു. കുറേ സമയം കഴിഞ്ഞിട്ടും കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് വീണ് കിടക്കുന്നത് കണ്ടത്. വൈദ്യുതി ലൈൻ കാലിൽ തട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. ശക്തമായ കാറ്റിലും മഴയിലും വൈദ്യുതി ലൈൻ പൊട്ടി വീണതാകാം എന്നാണ് നിഗമനം. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ആറ്റിങ്ങലിൽ വീടിന് മുന്നിലാണ് വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പൂവൻപാറ വീട്ടിൽ ലീലാമണിയാണ് മരിച്ചത്. ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് വീട്ടിലേക്ക് കണക്ഷൻ കൊടുത്തിരുന്ന ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത്. വീട്ടിൽ വൈദ്യുതി ഇല്ലെന്നും തകരാർ പരിഹരിക്കണമെന്നും സമീപത്ത് ഇലക്ട്രീഷ്യനോട് ലീലാമണി തലേദിവസം പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ ഇലക്ട്രീഷ്യൻ വന്ന് നോക്കുമ്പോഴാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇലക്ട്രിക് ലൈൻ കയ്യിൽ കുരുങ്ങിയ അവസ്ഥയിലായിരുന്നു മൃതദേഹം. പാലക്കാട് ബ്യൂറോയ്ക്കൊപ്പം 24 തിരുവനന്തപുരം. മുണ്ടക്കൈ ചുരുൾമല ദുരന്ത വാർഷികത്തിന്റെ വാർത്താ പരമ്പര തുടരുന്നു. മണ്ണ് മൂടാത്തയോർമ്മ. ചൂരൽമലയിലെ സമ്പന്നരായ കർഷകരിൽ ഒരാളായിരുന്നു പുതിയ വില്ലേജ് റോഡിലെ അണ്ണയ്യൻ. ദുരന്തത്തിൽ ഏറ്റവും അധികം മൃതദേഹങ്ങൾ അടിഞ്ഞ ഇടം കൂടിയാണ് അണ്ണയ്യന്റെ ഭൂമി. അണ്ണയ്യന്റെ വീടും 2 ഏക്കർ സ്ഥലവും കാർഷിക ഉപകരണങ്ങളും വാഹനങ്ങളുമെല്ലാം ദുരന്തം കവർന്നു. സന്നദ്ധ സംഘടന നൽകിയ ഓട്ടോറിക്ഷ ഓടിച്ചാണ് ഇന്ന് ജീവിക്കുന്നത്. ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും കർഷകരുടെ പ്രതിനിധിയാണ് അണ്ണയ്യൻ. ജൂലൈ 29 വരെ ഈ ഗേറ്റിനപ്പുറം ഒരു തോട്ടമുണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു. തോട്ടത്തിൽ ഏലവും കുരുമുളകും കാപ്പിയും വിളഞ്ഞിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട അണ്ണയ്യൻ ഇവിടെയുണ്ട്. 67 ബോഡി കിട്ടിയ സ്ഥലമാണ് എൻ്റെ ഈ സ്ഥലം. അതിൽ എൻ്റെ വീട്, എൻ്റെ സ്ഥലം, വീട്ടിലുണ്ടായ കുറേ ഉപകരണങ്ങൾ, കുറേ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കാരണം അത്രയും നല്ല വരുമാനം തോട്ടത്തിലും ഉണ്ടായിരുന്നു, വീട്ടിലും ഉണ്ടായിരുന്നു. അതെല്ലാം ഒറ്റ രാത്രി കൊണ്ടാണ് അന്ന് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടത്. കൃഷിയായിരുന്നു എല്ലാം. അടിഞ്ഞുകൂടിയ കൂറ്റൻ മരത്തടികൾ നീക്കി നൽകിയാൽ വീണ്ടും കൃഷിയിടത്തിലേക്ക് മടങ്ങും. എൻ്റെ ആവശ്യം എനിക്ക് കൃഷിയാണ്. എനിക്ക് കൈക്കോട്ട് എടുത്തിട്ട് ഇനിയും ഇതിൽ കൃഷി ചെയ്യണം. അതാണ് എൻ്റെ ആവശ്യം. എനിക്ക് എത്രയും പെട്ടെന്ന് ഇത് മാറ്റി കൃഷിയോഗ്യമാക്കി തരിക, പോയതിൻ്റെ സൈഡൊന്ന് കെട്ടിത്തരിക. കൃഷിക്ക് വേണ്ട ചെലവ് ഗവൺമെൻറ് വഹിച്ചു തരണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിലവിൽ മേപ്പാടിയിൽ ഓട്ടോറിക്ഷ ഓടിച്ചാണ് ജീവിതം. ഒരു ഓട്ടോറിക്ഷ കിട്ടി, ഓട്ടോറിക്ഷയിൽ 200, 250 റുപ്യ, 300 റുപ്യ കിട്ടുള്ളൂ. അത് എരുമക്കൊല്ലിത്തെ ഡ്രൈവർമാരെ സഹകരണം കൊണ്ടാണ് എന്നെ അവിടെ ഓടാൻ വിടുന്നത്. പെർമിറ്റിന് കൊടുത്തിട്ടുണ്ട്, പെർമിറ്റും കിട്ടുന്നില്ല. തരാമെന്ന് പറയാന്നല്ലാതെ എൻ്റെ കയ്യിലേക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ കൃഷി ചെയ്ത് എനിക്ക് ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് ജീവിക്കാനുള്ള മാർഗ്ഗമില്ല, എന്നെക്കൊണ്ടാവില്ല. ഓട്ടോറിക്ഷയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്ത് ചെയ്യുന്നുണ്ട്. ചില ദിവസങ്ങളിൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ഓട്ടോറിക്ഷയിൽ പൈസ കിട്ടൂല. അണ്ണയ്യന്റെ ഭൂമിയെ പിളർത്തി പുന്നപ്പുഴ നിറഞ്ഞൊഴുകുന്നുണ്ട്. ഭൂമി കൃഷിയോഗ്യമാക്കിയാൽ വീണ്ടും മണ്ണിലേക്ക് ഇറങ്ങുമെന്ന് ഈ കർഷകൻ പറയുന്നു. അത് സാധ്യമാക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇനിയെങ്കിലും കഴിയേണ്ടതുണ്ട്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. കൊല്ലം തേവരക്കര ബോയ്സ് ഹൈസ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ നടപടിക്ക് ശുപാർശയില്ലാതെ KSEB റിപ്പോർട്ട്. ലൈനിന് താഴെ ഷെഡ് നിർമ്മിച്ചതിൽ KSEB ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്ന് വ്യക്തമാക്കുന്ന ചീഫ് സെക്യൂരിറ്റി കമ്മീഷണറുടെ റിപ്പോർട്ടിലാണ് നടപടിക്ക് ശുപാർശയില്ലാത്തത്. റിപ്പോർട്ട് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി തള്ളി. കേരളത്തെ പിടിച്ചുലച്ച വിദ്യാർത്ഥിയുടെ ഷോക്കേറ്റ മരണത്തിൽ KSEB ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നാണ് ചീഫ് സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ട്. ഷെഡ് നിർമ്മിച്ചതിലെ നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നടപടിയുണ്ടായില്ല. വൈദ്യുതി ലൈനും സൈക്കിൾ ഷെഡും തമ്മിൽ സുരക്ഷിതമായ അകലമില്ലെന്ന് വ്യക്തമാണ്. സ്കൂളിന് നോട്ടീസ് നൽകി പ്രശ്നം പരിഹരിക്കാൻ KSEB ഉദ്യോഗസ്ഥർ നടപടിയെടുത്തില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. എന്നാൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ പേരോ അവർക്കെതിരെ എന്തു നടപടി സ്വീകരിക്കണമെന്ന ശുപാർശയോ റിപ്പോർട്ടിലില്ല. ഷെഡ് പണിതത് ഇപ്പോഴത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാലത്തല്ലെന്നുള്ളതാണ് റിപ്പോർട്ടിൽ ഇതിന് നൽകുന്ന വിശദീകരണം. നിലവിലെ AE അപകടത്തിന് 2 ദിവസം മുമ്പ് സ്ഥലത്ത് പോസ്റ്റ് സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചു. ഷെഡിന്റെ ഒരു ഭാഗം പൊളിച്ച് പോസ്റ്റിട്ട് ലൈൻ ഉയർത്താമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ മാനേജ്മെന്റ് കമ്മിറ്റി ചേർന്ന ശേഷം അറിയിക്കാമെന്നായിരുന്നു സ്കൂൾ മാനേജറുടെ പ്രതികരണം. ഈ വാദമാണ് ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചുകൊണ്ട് ചീഫ് സെക്യൂരിറ്റി കമ്മീഷണർ ഉയർത്തുന്നത്. തുടർ നടപടികൾക്ക് KSEB ചെയർമാനെ ചുമതലപ്പെടുത്തിയാണ് റിപ്പോർട്ട് അവസാനിക്കുന്നത്.
റിപ്പോർട്ട് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി തള്ളി. അവിടെ കുറ്റം സമ്മതിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടിലുണ്ട്. പക്ഷെ ആരാണെന്ന് പറയണ്ടേ? ആരാണെന്ന് പേര് പറയണ്ടേ? നല്ല നമുക്ക് പേരില്ല. അപ്പോൾ ആ പേര് അന്വേഷിച്ചിട്ട് ചെയർമാനെ കൊണ്ട് ചുമതലപ്പെടുത്തിയിട്ട് അന്വേഷിച്ചിട്ട് നടപടിയെടുക്കാൻ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ പേര് റിപ്പോർട്ടിൽ എടുത്തു പറയണം. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി വേണമെന്നും KSEB ചെയർമാന് മന്ത്രി നിർദ്ദേശം നൽകി. 24 തിരുവനന്തപുരം. ഇപ്പോൾ പറവൂരിൽ VD സതീശനെ വെല്ലുവിളിച്ച് വെള്ളാപ്പള്ളി എന്നൊരു വാർത്ത വരുന്നുണ്ട്. വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ VD സതീശനെതിരായ അധിക്ഷേപ പരാമർശങ്ങൾ ആവർത്തിക്കുന്നു. VD സതീശൻ്റേത് അഹങ്കാരത്തിന്റെ സ്വരം, ഈഴവർ വോട്ടുകുത്തി യന്ത്രമല്ലാതെ അധികാരം കിട്ടുന്നില്ല എന്നിങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ പതിവ് പരാമർശങ്ങൾ ആവർത്തിക്കുകയാണ്. ഇപ്പോൾ റോഡുകളുടെ ശോച്യാവസ്ഥ തുറന്നു കാട്ടി 24 ലൈവത്തോൺ. മഴയും വഴിയും കുഴിയും. മഴ കനത്തതോടെ സംസ്ഥാനത്ത് റോഡ് ഏത് കുഴി ഏതെന്നറിയാൻ കഴിയാത്ത നിലയിലാണ്. നിരവധി പേരുടെ ജീവനുകളാണ് വഴിക്കുഴികളിൽ നഷ്ടമായത്. അപകടം പതിയിരിക്കുന്ന കേരളത്തിലെ പാതകളുടെ ശോച്യാവസ്ഥ വ്യക്തമാക്കുന്നതായിരുന്നു 24 ലൈവത്തോൺ. മഴയും വഴിയും കുഴിയും. ഞാനിപ്പോൾ നിൽക്കുന്നത് KSTP റോഡിലാണ്. ഒരു 10 മീറ്റർ ദൂരം മാത്രം ഞാൻ എണ്ണിയത് 25 കുഴികളാണ്. വടക്ക് കാസർഗോഡ് നിന്ന് 24 പ്രതിനിധി അരുൺ പാറക്കൽ എണ്ണിത്തുടങ്ങിയതാണിത്. റോഡിലെ കുഴി. പിന്നെ ഓരോ ജില്ലയിലെത്തുമ്പോഴും റോഡും കുഴിയും തിരിച്ചറിയാനാകാത്ത നില. നഗരമധ്യത്തിൽ പതുങ്ങിയിരിക്കുന്ന ഈ കുഴി കോഴിക്കോട്ടേതാണ്. ഇങ്ങനെ വികലാണ്, കുഴിയിലൊക്കെ ഇങ്ങനെ വീണ്ട് പരിക്കൊക്കെ പറ്റില്ല. ഈ ഡ്രെയിനേജ് കൂടി വെള്ളമൊന്നും പോകുന്നില്ല. ഞങ്ങൾ രാവിലെ 5 മണിക്ക് ഇറങ്ങിയാണ് കണ്ണൂരിൽ നിന്ന്. ഇപ്പോഴും നോക്കി കോഴിക്കോട് എത്തിയിട്ടില്ല. ഒരു യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. റോഡ് കംപ്ലീറ്റ് പണി നടക്കാണ്. 10 മിനിറ്റിന് പകരം അരമണിക്കൂർ എടുക്കുന്ന തിരൂർ മലപ്പുറം റോഡ്. തകർന്ന ദേശീയപാതയും അല്ലാത്തതുമായ തൃശൂരിലെ റോഡുകൾ. എണ്ണിയാൽ തീരാത്തത്ര കുഴികളുള്ള മെട്രോ നഗരമായ കൊച്ചി. നടുപൊടിയുന്ന രീതിയിലാണ് കിടക്കണമെല്ലാം. ഇങ്ങനത്തെ റോഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ഇതാക്കാൻ പറ്റും? മൊത്തത്തിൽ കുഴിയാണ്. കോട്ടയത്തെ തകർന്ന മൂലേടം റെയിൽവേ മേൽപ്പാലമാണ് യാത്രക്കാർക്ക് ദുരിതമാകുന്നത്. മഴയിൽ ചെളിക്കുളമാണ് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള റോഡ്. കളക്ടറേറ്റിന് സമീപത്തൂടെ പോകുന്ന ദേശീയപാതയിലെ അപകടക്കെണിയായ കുഴികളുടെ ആഴം അത്ര ചെറുതല്ല. ഈ അപായ സൂചന ബോർഡ് ഇരിക്കുന്ന ഭാഗം ഹഷ്മി, ഈ റോഡിൽ നിന്ന് ഏകദേശം 12 സെന്റിമീറ്റർ ആണ് ഈ കുഴിക്കുള്ള ഒരു താഴ്ച. ഇവിടെ കുഴിയടയ്ക്കാൻ ശ്രമമില്ല. എന്നാൽ കുഴിക്ക് നടുവിൽ ഇങ്ങനെയൊരു ബോർഡുണ്ട്. തലസ്ഥാന നഗരമായ തിരുവനന്തപുരം എത്തുമ്പോഴേക്കും നടുവൊടിയും. ടെക്നോ പാർക്ക് മേഖലയായ കഴക്കൂട്ടത്ത് 6 മാസം മുമ്പ് നികത്തിയ കുഴി മഴയെത്തിയതോടെ പിന്നെയും പഴയപടി. ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യത. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 6 ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. അലക്സ് റാം മുഹമ്മദ് ഇപ്പോൾ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. അലക്സ്, എന്തൊക്കെയാണ് പുതുക്കിയ മഴ മുന്നറിയിപ്പുകൾ? അലക്സ്. ഉന്മേഷ്, സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അതോടൊപ്പം മലയോര മേഖലകൾ, അതായത് മലയോര ജില്ലകൾ, ഇടുക്കി പോലുള്ള മലയോര ജില്ലകളൊപ്പം വടക്കൻ കേരളത്തിലും ഈ മഴ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇടുക്കിയിലും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഈ 3 ജില്ലകളിലുമുണ്ട്. 11 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ ഈ ജില്ലകളിൽ ഇനി ലഭിക്കാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് ഈ ജില്ലകളിൽ 6 ജില്ലകളിൽ നൽകിയിരിക്കുന്നത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിലാകട്ടെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനം. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്.
മണിക്കൂറിൽ പരമാവധി 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനാണ് സാധ്യത. ഇതിൽ പ്രധാനമായി പറയുന്നത് മധ്യപ്രദേശിന് മുകളിൽ ഒരു ശക്തി കൂടിയ ന്യൂനമർദ്ദം നേരത്തെ നിലനിന്നിരുന്നു. അത് ശക്തി കുറഞ്ഞ ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട്. എന്നാൽ ഗുജറാത്ത് മുതൽ വടക്കൻ കേരള തീരം വരെ അറബിക്കടലിൽ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴയുടെ തീവ്രത കുറയുമെങ്കിലും വടക്കൻ കേരളത്തിൽ മഴ കാര്യമായി പെയ്യുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. മഴയും കാറ്റും വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലെ പലയിടങ്ങളിലും പലയോര മേഖലയിലും ശക്തമാകാനാണ് സാധ്യത. അതിനുശേഷം അതായത് നാളത്തേനു ശേഷം മഴയുടെ തീവ്രത കുറയും. പക്ഷേ വടക്കൻ കേരളത്തിൽ അപ്പോഴും അടുത്തൊരു 4 ദിവസം കൂടി ശക്തമായ മഴ തുടരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. തീരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഉന്മേഷ്. പ്ലാസ്റ്റിക് മാലിന്യം വനത്തിൽ തള്ളിയെന്ന പരാതിയിൽ ഭിന്നശേഷി കുടുംബത്തിനെതിരെ കള്ളക്കേസെടുത്ത് വനംവകുപ്പ്. പന്നി ഫാമിലേക്ക് കൊണ്ടുപോയ ഭക്ഷണ മാലിന്യമാണ് പാലോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് ഭയന്ന് ഓട്ടിസം ബാധിച്ച മകളുമായി ഒളിവിൽ കഴിയുകയാണ് കുടുംബം. കേസ് ഒഴിവാക്കാൻ ഉദ്യോഗസ്ഥൻ പണം ആവശ്യപ്പെട്ടതുൾപ്പെടെ ഗുരുതര വെളിപ്പെടുത്തൽ 24 നടത്തുകയാണ് ഒളിവിൽ കഴിയുന്ന കുടുംബം. കഴിഞ്ഞ 10 വർഷമായി പാലോട് ചെമ്പൻകോട് പന്നിഫാം നടത്തുകയാണ് ചുള്ളിമാനൂർ സ്വദേശിയായ ജോൺസൺ ഷീബ ദമ്പതികൾ. ഇക്കഴിഞ്ഞ 14-ാം തീയതി പന്നിഫാമിലേക്ക് കൊണ്ടുപോയ ഫുഡ് വേസ്റ്റ് പാലോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കസ്റ്റഡിയിലെടുത്തു. വാഹനം വിട്ടു നൽകാൻ ഉദ്യോഗസ്ഥൻ 1.5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നാണ് ഫാം ഉടമകളുടെ പരാതി. ഭക്ഷണമില്ലാതെ പന്നികൾ ചത്തുപോകാതിരിക്കാൻ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്ക് 25,000 രൂപ നൽകി. റേഞ്ച് ഓഫീസർ നല്ലൊരു തുക ഞങ്ങളടുത്ത് ചോദിച്ചിട്ടുണ്ട്. 25,000 റേഞ്ച് ഓഫീസർക്ക് എങ്ങനെയാ കൊടുത്തത്? കയ്യിലാണ് കൊടുത്തത്. എവിടെ വെച്ചാ കൊടുത്തത്? റേഞ്ച് ഓഫീസിൽ വെച്ച്. അത് ഭീഷണിപ്പെടുത്തി അവർ വാങ്ങിച്ചതാണോ? അത് വണ്ടി വിട്ടുതരാം എന്നാണ് പറഞ്ഞത്. കേസൊന്നുമില്ല, വണ്ടി വിട്ടുതരാം. പണം കൈപ്പറ്റിയതോടെ കസ്റ്റഡിയിലെടുത്ത വാഹനം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് പന്നിഫാമിലെത്തിച്ചു. ഭക്ഷണമാലിന്യം ഇറക്കിയ ശേഷം വാഹനം തിരികെ കൊണ്ടുപോകുന്ന CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. കസ്റ്റഡിയിലെടുത്ത വാഹനത്തിലുണ്ടായിരുന്നത് പന്നികൾക്കുള്ള ഭക്ഷണമാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടിട്ടും പ്ലാസ്റ്റിക് മാലിന്യം വനത്തിൽ തള്ളാനെത്തിയെന്ന് കാണിച്ച ജോൺസണെയും ഷീബയെയും 2 ജീവനക്കാരെയും പ്രതിയാക്കി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. ഇതോടെ ഓട്ടിസം ബാധിച്ച മകളുമായി ഒളിവിലാണ് ഷീബയും ജോൺസണും. സാറേ, 1-2 ലക്ഷം അല്ല, ഞങ്ങൾക്ക് 75 ലക്ഷം രൂപയുടെ ബാധ്യതയാണുള്ളത്. ഞങ്ങൾക്ക് ജീവിക്കണം, ജീവിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നല്ലാതെ ഞങ്ങൾക്ക് ഒരു ജീവിതം ഇനി ഇല്ല. ഞങ്ങൾക്ക് അറിയാനുള്ള ഏക തൊഴിലാണ്. ഇവരുടെ ചികിത്സക്കും കാര്യങ്ങൾക്കും എല്ലാം ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ സുഖമില്ലാത്ത സാറിനെ കാണാനല്ലോ, ഈ സുഖമില്ലാത്ത കൊച്ചിനെ കൊണ്ട് എന്താണ് സാർ ചെയ്യാവുന്നത്? ഞങ്ങൾ എന്ത് ചെയ്യും? ജീവിക്കണോ മരിക്കണോ? എന്താണ് ചെയ്യാം? മാലിന്യം വനത്തിൽ തള്ളാനെത്തിച്ചുവെന്ന് മഹസറിൽ പറയുമ്പോഴും കസ്റ്റഡിയിലുള്ളത് കാലിവീപ്പുകൾ കയറ്റിയ വാഹനമാണ്. വാഹനത്തിലെ ഭക്ഷണ മാലിന്യം എവിടെ, എങ്ങനെ ഒഴിവാക്കിയെന്ന കാര്യം മഹസറിലോ റിപ്പോർട്ടിലോ പരാമർശിച്ചിട്ടില്ല. ഈ കാണുന്ന CCTVയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കള്ളക്കളി പൊളിച്ചത്. വനാതിർത്തിയിൽ മാലിന്യം തള്ളിയെന്ന പേരിൽ പിടിച്ചെടുത്ത അതേ വാഹനം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ തന്നെ ഇവിടെ എത്തിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. പിടിച്ചെടുത്ത വാഹനം പിന്നീട് എന്തിന് തിരികെ ഇവിടെ എത്തിച്ചുവെന്ന ചോദ്യത്തിന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് മതിയായ മറുപടിയില്ല. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് ഭിന്നശേഷി കുടുംബത്തെ കള്ളക്കേസിൽ കുടുക്കിയെന്ന പരാതിയിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഇപ്പോൾ വനമന്ത്രി AK ശശീന്ദ്രൻ. വനം വിജിലൻസ് CCF-നോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. പ്രാഥമിക റിപ്പോർട്ട് നാളെ സമർപ്പിക്കാൻ നിർദ്ദേശം. 24 ഇമ്പാക്ട്. MG പ്രതീഷുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, മന്ത്രിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, ഈ പാലോട് റേഞ്ചിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായി എന്ന് വെളിവാക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നത്. കാരണം പ്ലാസ്റ്റിക് മാലിന്യം വനത്തിൽ തള്ളാനെത്തിയെന്ന് പറഞ്ഞ പന്നി ഫാമിലേക്ക് വന്ന ഭക്ഷണ മാലിന്യം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തന്നെ പിടികൂടുന്നു. ഒപ്പം ആ പന്നി ഫാമിലെ ജീവനക്കാർക്കെതിരെയും ഫാം ഉടമകൾക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. 14-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പക്ഷേ 15-ാം തീയതി ഈ കേസെടുത്ത കസ്റ്റഡിയിലുള്ള അതേ വാഹനം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തന്നെ പന്നി ഫാമിൽ
എത്തിക്കുകയാണ്. പന്നിഫാമിൽ എത്തിച്ച് ആ ഭക്ഷണ മാലിന്യം പന്നിഫാമിൽ ഇറക്കിയ ശേഷം വാഹനം തിരികെ പോകുന്ന CCTV ദൃശ്യങ്ങളാണ് ഇന്ന് 24 പുറത്തുവിട്ടത്. ഈ പന്നിഫാമിൽ കൊണ്ടുവന്നത് ഭക്ഷണ മാലിന്യമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടിട്ടും ഉടമകൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയായിരുന്നു. അറസ്റ്റ് ഭയന്ന ഈ വൈകല്യമുള്ള മകളുമായി കുടുംബം ഒളിവിൽ കഴിയുകയാണ്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ വനം മന്ത്രി ഇടപെട്ടിരിക്കുന്നത്. വനം വകുപ്പ് വിജിലൻസിലെ CCF-നോടാണ് മന്ത്രി AK ശശീന്ദ്രൻ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. പ്രാഥമിക റിപ്പോർട്ട് നാളെ തന്നെ സമർപ്പിക്കാനാണ് നിലവിൽ മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ വിഷയത്തിന്റെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്ത വനം വകുപ്പ് മേധാവിയും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം DFO-ക്കാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനംവകുപ്പ് മേധാവി DFO-ക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി, MG പ്രതീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് മലയാളികളായ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു. അസീസി സിസ്റ്റേഴ്സ് സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, സിസ്റ്റർ പ്രീതി മേരി എന്നിവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. സംഭവത്തെ CBCI അപലപിച്ചു. വിഷയത്തിൽ CBCI പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര മന്ത്രിമാരുടെയും സഹായം തേടി. ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് കന്യാസ്ത്രീകളായ വന്ദന ഫ്രാൻസിസിനെയും പ്രീതി മേരിയെയും അറസ്റ്റ് ചെയ്തത്. ഇവരോടൊപ്പം ജോലിക്ക് പോകാനായി എത്തിയ നാരായൺപൂർ സ്വദേശികളായ 3 യുവതികളെ റെയിൽവേ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്ത ശേഷം പ്രാദേശിക ബജ്രംഗ് ദൾ പ്രവർത്തകരെ വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. നിർബന്ധിത മതപരിവർത്തനം, മനുഷ്യക്കടത്ത് എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ കന്യാസ്ത്രീകളെ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറുകയായിരുന്നു. കന്യാസ്ത്രീകൾ നടത്തുന്ന ആശുപത്രിയിൽ ജോലിക്കായി പോവുകയാണെന്ന് പോലീസിനെ അറിയിച്ച പെൺകുട്ടികൾ മാതാപിതാക്കളുടെ സമ്മതപത്രവും ആധാർ കാർഡും ഹാജരാക്കിയെങ്കിലും പോലീസ് പരിഗണിച്ചില്ലെന്നാണ് ആക്ഷേപം. മനുഷ്യക്കടത്ത് കുറ്റം ചുമത്തി കോടതിയിൽ ഹാജരാക്കിയ കന്യാസ്ത്രീകളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. തീർത്തും നിയമപരമായാണ് കന്യാസ്ത്രീകൾ പ്രവർത്തിച്ചതെന്നും ദേശവിരുദ്ധ ശക്തികളുടെ ഇടപെടലാണ് സംഭവത്തിന് പിന്നിലെന്നും CBCI പ്രതികരിച്ചു. Surely raise this issue with the Prime Minister Adarniya Shri Narendra Modi ji and also the Home Minister Adarniya Shri Amit Shah ji and ask them to look into this kind of cases personally, because these are increasing day by day and simply defaming the name and modesty of our religious women. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്രമന്ത്രിമാരുടെയും സഹായം CBCI തേടിയിട്ടുണ്ട്. കന്യാസ്ത്രീകൾക്ക് വേണ്ടി നാളെ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നും CBCI അറിയിച്ചു. 24 ഡൽഹി. ജയിൽ ചാടുന്നതിന് ഗോവിന്ദചാമിക്ക് മറ്റ് സഹായങ്ങൾ ലഭിച്ചിട്ടില്ലെന്ന് പോലീസ്. സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ജയിൽ ചാടാൻ താമസിച്ചത് മറ്റ് സഹായങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഗോവിന്ദചാമി കിടന്ന സെല്ലിന്റെ ചിത്രം പുറത്തുവന്നു. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലാണ് ഗോവിന്ദചാമിക്ക് മറ്റു സഹായങ്ങൾ ലഭിച്ചിട്ടില്ലെന്ന കണ്ടെത്തൽ. സെല്ലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് മുതൽ ചാടുന്നത് വരെയുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഗോവിന്ദചാമിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചതിന്റെ ഒരു സൂചനയും ദൃശ്യങ്ങളിലില്ല. പുലർച്ചെ 1:10 സെല്ലിൽ നിന്നിറങ്ങിയ ഗോവിന്ദചാമി ജയിൽ ചാടുന്നത് 4 മണിക്ക് ശേഷമാണ്. മറ്റു സഹായങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ വേഗത്തിൽ രക്ഷപ്പെടുമായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം. എന്നാൽ ജയിൽ ചാടുന്നത് സഹതടവുകാരായ 4 പേർക്ക് അറിയാമായിരുന്നു. മൊഴിയെടുക്കുന്നതിനായി ജയിലിൽ ഗോവിന്ദചാമിയുമായി ബന്ധമുള്ള സഹതടവുകാരുടെ പട്ടിക പോലീസ് തയ്യാറാക്കി. ജയിൽ ചാടുന്ന ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും. അതിനിടെ ഗോവിന്ദചാമി കിടന്നിരുന്ന 10ാം ബ്ലോക്കിലെ സെല്ലിന്റെ ചിത്രം പുറത്തു വന്നു. സെല്ലിന്റെ താഴ്ഭാഗത്തെ 2 ഇരുമ്പ് കമ്പികളാണ് ഇയാൾ മുറിച്ചു മാറ്റിയത്. ഇരുമ്പഴികൾ മുറിക്കുന്നത് മറച്ചുവെക്കുന്നതിനായി നൂലുകൊണ്ട് കെട്ടിവച്ചതും ചിത്രത്തിൽ കാണാം. 24 കണ്ണൂർ. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണെന്ന് സമർത്ഥിക്കാൻ ജയിൽ ചാട്ടം പുനരാവിഷ്കരിച്ച് PV അൻവർ. മഞ്ചേരിയിലെ സ്വന്തം സ്ഥലത്ത് വെച്ചാണ് ജയിൽ ചാട്ടത്തിലെ സംശയങ്ങൾ അൻവർ ഡെമോയിലൂടെ പ്രകടിപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി ജയിൽ വകുപ്പ് തന്നെ ഗോവിന്ദചാമിയെ പുറത്തേക്ക് വിട്ടു എന്നാണ് അൻവറിന്റെ ആരോപണം. ഈ സാധനം ഉപയോഗിച്ച് ഈ പറയുന്നത് പോലെ ഇങ്ങനെ ഒരു മാസം മുറിച്ചാൽ ഈ കമ്പിക്ക് ഒന്നും സംഭവിക്കില്ല. ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പത്രക്കാർക്ക് ഇത് വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിൽ പോയി പരിശോധിച്ചാൽ നിങ്ങൾക്കത് സ്വയം ബോധ്യപ്പെടുത്താൻ സാധിക്കും. വണ്ണമുള്ള ജയിലിന്റെ ഇരുമ്പ് കമ്പി ഉപ്പ് തേച്ച് തുരുമ്പാക്കി ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ചുവെന്നാണ് ഗോവിന്ദചാമിയുടെ മൊഴിയായി പോലീസ് പറയുന്നത്. എന്നാൽ ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് കമ്പി മുറിച്ചു വളച്ചു പുറത്തു കടക്കാൻ കഴിയില്ലെന്ന് അൻവറിന്റെ വാദം. കമ്പി മുറിക്കാൻ ശ്രമിച്ചാണ് ഇത് വിശദീകരിക്കുന്നത്. തുടർന്ന് മതിൽ ചാട്ടം. 3 പ്ലാസ്റ്റിക് ഡ്രം വെച്ച് അതിനു മുകളിൽ കയറി
തുണി കൊണ്ട് വടം കെട്ടി പുറത്തു ചാടി എന്നുള്ളതും ഡെമോ കാണിച്ചു. അളവെടുത്തു നോക്കുമ്പോൾ ഗോവിന്ദച്ചാമി പറന്നാൽ പോലും ഇത് സാധിക്കില്ലെന്നും അൻവർ. ഗോവിന്ദച്ചാമിയെ പുറത്തേക്ക് വിട്ടതിനു പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നും ആരോപണം. നമ്മൾക്കത് ഊഹിക്കാൻ കഴിയുന്നത് ഈ പറയുന്ന ജയിൽ ഉദ്യോഗസ്ഥരുടെ തന്നെ വാഹനത്തിൽ ഗോവിന്ദച്ചാമിയുമായി ഉണ്ടാക്കിയ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായി പുറത്തു കൊണ്ടുവരുന്നു. ആ ജയിൽ പരിസരം വിട്ടുപോകാതിരിക്കാൻ നിർദ്ദേശം കൊടുക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ 10 മണിയോടുകൂടി താങ്കൾ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് പറയുന്നു. കേരളം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന VS ചർച്ച കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ തന്നെ മാറ്റി. എന്തുകൊണ്ട് ഗോവിന്ദച്ചാമി, എന്തുകൊണ്ടാണ് ഒരു മലയാളി പ്രതിയെ ഇങ്ങനെ ഉപയോഗിക്കാൻ അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല? 10 ഗോവിന്ദച്ചാമി വന്നാലും ഈ രീതിയിൽ ഒരു മതിൽച്ചാട്ടം സാധ്യമാകില്ല. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം വേണമെന്നും PV അൻവർ ആവശ്യപ്പെട്ടു. 24 മലപ്പുറം. സമസ്തയിലെ ഒരു വിഭാഗത്തിനെതിരെ ആഞ്ഞടിച്ച് മുഷാവറ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി. കുറച്ച് തൽപര കക്ഷികൾ സമുദായത്തിന്റെ കുളം കലക്കാൻ രംഗത്തിറങ്ങിയിട്ടുണ്ട്. സമസ്ത എന്ന സംവിധാനത്തെ തകർക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നും ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി പറഞ്ഞു. കുറച്ചു കാലമായി സമസ്തയിൽ കുറെ പിത്തിനും ഫസാദൊക്കെ നടക്കുന്നുണ്ട്. കുറച്ച് തൽപര കക്ഷികൾ സമുദായത്തിന്റെ കുളം കലക്കാൻ രംഗത്തിറങ്ങി. അവർക്ക് അവരുടേതായ ന്യായങ്ങൾ ഉണ്ടാവും. എത്രയോ നിരപരാധികളായ ആളുകളുടെ ഗീബത്ത്, നമീമത്ത്, പച്ച ഇറച്ചി തിന്നൽ ഒക്കെയാണ് അവരെ പണി. സമീർ ബിൻ കരീമുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി മലപ്പുറത്ത്. സമീർ, അദ്ദേഹം ആരെയാണ് ഉദ്ദേശിക്കുന്നത്? സമീർ, ഉന്മേഷ്, കഴിഞ്ഞ ഏതാനും ദിവസം മുൻപാണ് സമസ്ത നേതാവായിരിക്കുന്ന സത്താർ പന്തല്ലൂർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ചാൻസലറായിരിക്കുന്ന ഈ ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചാൻസലർ തന്നെ മുഷാവറ അംഗവും കൂടിയായ ബഹാവുദ്ദീൻ നദ്വി ആഞ്ഞടിച്ചുകൊണ്ട് ഈ സത്താർ പന്തല്ലൂർ അടക്കമുള്ള നേതാക്കൾക്കെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അവർ പറയുന്നത് അദ്ദേഹം പറയുന്നത് സമസ്തയിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് തൽപര കക്ഷികൾ സമുദായത്തിന്റെ കുളം കലക്കാൻ വേണ്ടി ഇപ്പോൾ രംഗത്തിറക്കിയിരിക്കുകയാണ്. ഇവരുടെ ലക്ഷ്യം എന്നുള്ളത് സമസ്ത എന്ന് പറയുന്ന സംവിധാനത്തെ പൂർണ്ണമായും തകർക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യമെന്നും ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി വ്യക്തമാക്കുന്നു. മാത്രമല്ല, സമസ്തയിലെ പാവപ്പെട്ട പണ്ഡിതരുടെ, നിരപരാധിയായിട്ടുള്ള ആളുകളുടെ പരദൂഷണവും കുറ്റവും പറഞ്ഞു നടക്കലാണ് ഇവരുടെ പരിപാടിയെന്നും ഇതുവഴി സമസ്തയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ലക്ഷ്യമെന്നും ഈ ബഹാവുദ്ദീൻ നദ്വി ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല, സാത്താന്റെ ഒരു സഹായം കൂടെ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ ഇതൊന്നും വില പോവില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി വ്യക്തമാക്കുന്നത്. ഇന്നലെ രാത്രിയിൽ മലപ്പുറം തൃപ്പരഞ്ചിയിൽ നടന്ന തൃപ്പരഞ്ചി ഉസ്താദ് ഉറൂസ് മുബാറക്കിലാണ് ഈ ഒരു പരാമർശം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഈ ദാറുൽ ഹുദയുടെ പ്രസിഡന്റാക്കാൻ, പാണക്കാട് സാദിഖലി തങ്ങളെ പ്രസിഡന്റാക്കാൻ വേണ്ടി അതിന്റെ ഭരണഘടനയിൽ തന്നെ മാറ്റം വരുത്തി എന്നുള്ള വിമർശനമായിരുന്നു ഈ സത്താർ പന്തല്ലൂർ കഴിഞ്ഞ ദിവസം ഉയർത്തിയത്. ഇത് വലിയ തരത്തിൽ സമസ്തക്കകത്ത് വലിയ ചർച്ചയാവുകയും സത്താർ പന്തല്ലൂരിനെതിരെ ലീഗ് അനുകൂല പക്ഷക്കാർ രംഗത്ത് വരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി കൂടി ഈ സത്താർ പന്തല്ലൂർ അടക്കമുള്ള സമസ്തയിലെ ഒരു വിഭാഗത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ്, സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അതിനിടയിൽ ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. തിരുവനന്തപുരം മൃഗശാലയിൽ കടുവ ജീവനക്കാരനെ ആക്രമിച്ചു എന്നുള്ള വാർത്ത വരുന്നു. ഇരുമ്പുകൂടിന്റെ കമ്പികൾക്കിടയിലൂടെയായിരുന്നു ഈ ആക്രമണം എന്നാണ് ഇപ്പോൾ ഷഫീദ് അറിയിക്കുന്നത്. സൂപ്പർവൈസർ രാമചന്ദ്രന്റെ തലയ്ക്കാണ് പരിക്കേറ്റ്. തലയിൽ 6 തുന്നിക്കെട്ടുണ്ട്. രാമചന്ദ്രനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴായിരുന്നു കടുവയുടെ ആക്രമണം ഉണ്ടായത് തിരുവനന്തപുരത്തെ മൃഗശാലയിൽ എന്നാണ് ഷഫീദ് ഇപ്പോൾ അറിയിക്കുന്നത്. അല്പസമയത്തിനകം ഷഫീദ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ഷഫീദ്, അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീദ്? മൃഗശാലയിൽ ഈ അക്രമ സംഭവം നടക്കുന്നത് സാധാരണഗതിയിൽ ഈ കൂട് വൃത്തിയാക്കുകയും അതേപോലെ തന്നെ ഇതിന് ഭക്ഷണം നൽകുകയും ഒക്കെ ചെയ്യുന്നത് ഈ സമയത്താണ്. അതിന്റെ റൗണ്ടിംഗ് പീരീഡ് ആ സമയത്താണ്. ആ സമയത്ത് സൂപ്പർവൈസറായിട്ടുള്ള രാമേന്ദ്രനും മറ്റ് ജീവനക്കാരും കൂടി ഈ കടുവയെ പാർപ്പിച്ചിരിക്കുന്ന കൂട്ടിൽ നിന്നും മറ്റൊരു കൂട്ടിലേക്ക് കടുവയെ മാറ്റി ഇത് വൃത്തിയാക്കി. അതിനുശേഷം ഇതിന് വെള്ളം പകർന്നു കൊടുക്കുമ്പോൾ ഇരുമ്പ് കമ്പികൾക്കിടയിലൂടെ വെള്ളം പകർന്നു കൊടുക്കുമ്പോഴാണ് ഇരുമ്പ് കമ്പികൾക്കിടയിലൂടെ കൈ പുറത്തേക്കിട്ട് രാമചന്ദ്രന്റെ തലയ്ക്ക് ഈ കടുവ ആക്രമിച്ചത്. തുടർന്ന് രാമചന്ദ്രനെ ആദ്യം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ കടുവ ആക്രമണമായതുകൊണ്ടും ശക്തമായി തലയ്ക്ക് അടിയേറ്റ സാഹചര്യത്തിലും മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അദ്ദേഹം ചികിത്സയിൽ പ്രവേശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തലയ്ക്ക് 6 തുന്നിക്കെട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. കുറെ നാളുകൾക്ക് ശേഷമാണ് തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഈ ജീവികളുടെ ആക്രമണ സംഭവം ഇപ്പോൾ പുറത്തു വരുന്നത്. വലിയ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തിയാണ് സാധാരണഗതിയിൽ മൃഗശാലയിൽ കടുവ അടക്കമുള്ള മൃഗങ്ങളെ, അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള മൃഗങ്ങളെ പരിപാലിക്കുന്നത്. എന്നാൽ ഈ ഇരുമ്പുകൂടിന് ഇടയിൽ കൂടി കൈയിട്ട് അപ്രതീക്ഷിതമായി കടുവ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ജീവനക്കാർ നൽകിയിരിക്കുന്ന വിവരം. ഏതായാലും സൂപ്പർവൈസർ രാമചന്ദ്രൻ ഇപ്പോൾ തലയ്ക്ക് പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഉന്മേഷ്, ഇതിങ്ങനെ ഒരു ആക്രമണ സ്വഭാവമുള്ള നേരത്തെ ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഷഫീദ്?
നിലവിൽ ഇപ്പോൾ ഈ കടുവയുടെ പേര് വിവരങ്ങളും മറ്റു വിവരങ്ങളും മൃഗശാല അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. മാത്രവുമല്ല കുറെ വർഷങ്ങളായി ഈ മൃഗശാലയിൽ തുടരുന്ന കടുവകൾ മാത്രമാണ് നിലവിൽ ഇപ്പോൾ അവിടെയുള്ളത്. അതിനുശേഷം നമുക്കറിയാവുന്നതുപോലെ തന്നെ വയനാട്ടിൽ നിന്നൊരു കടുവയെ കൊണ്ടുവന്ന് അതിന്റെ പ്രോസസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ, അതായത് അതിന്റെ ഐസൊലേഷൻ അടക്കമുള്ള കാര്യങ്ങൾ നടന്നു വരികയാണ്. അതിൽ ഏത് കടുവയാണ് ആക്രമിച്ചതെന്നുള്ള വിവരം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഏതായാലും ഈ വിഷയത്തിൽ ഒരു വിശദമായ അന്വേഷണം മൃഗശാല അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടാകും. മാത്രമല്ല ആവശ്യമെങ്കിൽ ഈ ഇരുമ്പ് കൂടിന് കൂടുതൽ അഴികൾ അത് വെച്ച് പിടിപ്പിക്കണമെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങൾ നോക്കും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മൃഗശാല അധികൃതർ അറിയിച്ചിരിക്കുന്ന കാര്യം. മുൻപും സമാനമായ രീതിയിൽ ഈ മൃഗങ്ങൾ ചെറിയ രീതിയിൽ അക്രമത്തിലൊക്കെ ഏർപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സാധാരണ വേനൽക്കാലത്താണ് ആ രീതിയിൽ മൃഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം അക്രമ പ്രവണത ഉണ്ടാവാറ്. പക്ഷേ ഇത് അങ്ങനെയുള്ളൊരു സംഭവമല്ല. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്ന് മൃഗശാല അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഈ കൂടൊക്കെ വൃത്തിയാക്കിയതിന് ഭക്ഷണം നൽകിയതിനു ശേഷം വെള്ളം അതിന്റെ പാത്രത്തിലേക്ക് പകർന്നു നൽകുന്നതിനിടെയാണ് ഈ അക്രമ സംഭവം ഉണ്ടായത്. സാധാരണ ഈ മൃഗശാല സന്ദർശിച്ച ഈ കടുവയുടെ ഭാഗം സന്ദർശിച്ചവർക്കറിയാം, ആ കൂടിന്റെ ഇഴകൾ കുറച്ചുകൂടി അടുപ്പിച്ചാണ്. മറ്റ് കമ്പികൾ പോലെയല്ല, കടുവയുടെ കമ്പി നല്ല ബലപ്പെടുത്തി അതേപോലെ കുറച്ച് അടുപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ കൂടിയാണ് കൈ കടത്തി ഇങ്ങനെ അക്രമം. ഇത് ഒരു പക്ഷേ മൃഗശാലയിൽ ഇങ്ങനെയുള്ള അക്രമ സംഭവങ്ങൾ ഇത് വളരെ വിരളമായി മാത്രമാണ് ഉണ്ടാകാറ്. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം DCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല KPCC വൈസ് പ്രസിഡന്റ് N ശക്തന് വിവാദ ഫോൺ സംഭാഷണത്തിൽ കുരുങ്ങി പാലോട് രവി രാജിവെച്ചതിന് പിന്നാലെയാണ് ചുമതല. ചെയ്യാത്ത കുറ്റത്തിനാണ് പാലോട് രവിക്കുള്ള ശിക്ഷ എന്നാണ് N ശക്തന്റെ പ്രതികരണം. തിരുവനന്തപുരം DCCയുടെ താൽക്കാലിക ചുമതലയാണ് N ശക്തന് നൽകിയത്. അടുത്ത മാസം പുനഃസംഘടനയിൽ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കും. തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധിയിൽ പരിഹാരം കാണാനാണ് മുതിർന്ന നേതാവിനെ തന്നെ ചുമതലപ്പെടുത്തിയത്. പാലോട് രവിയെ ന്യായീകരിച്ചായിരുന്നു N ശക്തന്റെ പ്രതികരണം. അതിൻ്റെ പൂർണ്ണ തോതിലുള്ള സംഭാഷണം ഞാൻ കേൾക്കുകയുണ്ടായി. സത്യത്തിൽ അത് കേട്ടപ്പോഴാണ് DCC പ്രസിഡന്റിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്നത്. രാജി ചോദിച്ചു വാങ്ങിയതാണോ എന്ന ചോദ്യത്തിന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ മറുപടി ഇങ്ങനെ: രാജിക്കത്ത് കിട്ടി, അത് സ്വീകരിച്ചു. അത് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക. ഫോൺ സംഭാഷണം സുഹൃത്തിന് അയച്ചു കൊടുത്തതാണെന്നും വീഴ്ചയുണ്ടായെന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ A ജലീൽ 24നോട് പറഞ്ഞു. KPCC പ്രസിഡന്റ് എന്നെ സംഘടനയിൽ നിന്ന് പുറത്താക്കി, അത് സസന്തോഷം സ്വീകരിക്കുന്നു. തീർച്ചയായിട്ടും 100% വീഴ്ചയാണ്. അത് എൻ്റെ ഭാഗത്തുള്ള വീഴ്ചയാണ്. ഞാൻ ആ മറ്റേയാളിനെ അയച്ചു കൊടുത്തത്. പക്ഷെ അവിടെ നിന്ന് പല പാർട്ടി ആൾക്കാർക്കും ഈ വോയിസ് മെസ്സേജ് പോയി. രാജിക്ക് പിന്നാലെ പാലോട് രവി മാധ്യമങ്ങളിൽ നിന്ന് അകലം പാലിക്കുകയാണ്. അതിനിടെ പാലോട് രവിയുടെ ജന്മനാട്ടിൽ യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തകർ മധുര വിതരണം നടത്തി. 24 തിരുവനന്തപുരം. പാലോട് രവി പറഞ്ഞത് വസ്തുതയാണെന്നും നടപടി എന്തിനാണെന്നും CPIM നേതാവ് AK ബാലൻ. വെടിപ്പുള്ള കോൺഗ്രസുകാരനാണ് പാലോട് രവി. ഇതിനേക്കാൾ മോശമായി പറഞ്ഞ ഡോക്ടർ ശശി തരൂരിനെതിരെ നടപടിയെടുക്കാൻ പേടിയാണെന്നും AK ബാലൻ പറഞ്ഞു. പാലോട് രവി ഒരു വസ്തുത പറഞ്ഞതാണ്. ജലീലിനോട് പറഞ്ഞൊരു കാര്യം ജലീലാണ് പുറത്തു കൊടുക്കുന്നത്. അതിനെന്തിനാ പാലോട് രവീൻ്റെ പേരിൽ നടപടിയെടുക്കുന്നത്? ഒരു മാന്യനായിട്ടുള്ള ഒരു കോൺഗ്രസിൻ്റെ നേതാവാണ്. നമ്മളെ മലബാർ ഭാഷയിൽ പറഞ്ഞാൽ വെടിപ്പും മനാരോ ഉള്ളൊരു കോൺഗ്രസ്സുകാരനാണ്. പാലോട് രവി നടത്തിയതിനേക്കാളും എത്രയോ മോശമായിട്ടുള്ള പ്രതികരണം തരൂര് നടത്തിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം നടപടിയെടുക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് വളർന്നിരിക്കുന്നു. അപ്പം ഭയമാണ്. പിറന്നാൾ ദിനത്തിൽ ആദ്യമായി കേട്ട ശബ്ദത്തിന്റെ സന്തോഷത്തിലാണ് 2 വയസ്സുകാരി പൂജ. കാസർഗോഡ് രാജപുരം സ്വദേശികളായ ഗിരീശന്റെയും നീതുമോളുടെയും മകളായ പൂജയ്ക്ക് ജനിച്ചപ്പോൾ മുതൽ കേൾവിശക്തിയില്ലായിരുന്നു. എറണാകുളം ലിസി ആശുപത്രിയുടെ ലിസ് ശ്രവൺ പദ്ധതിയാണ് കുഞ്ഞു പൂജയെ ശബ്ദങ്ങളുടെ ലോകത്തേക്ക് എത്തിച്ചത്. 2 വർഷം മുമ്പ് പിറന്ന കാസർഗോഡ് സ്വദേശികളുടെ മകൾക്ക് ശ്രവണശേഷിയില്ലെന്നും അതിനാൽ കുട്ടി സംസാരിക്കുകയില്ലെന്നും അറിയുന്നു. ഇത് പരിഹരിക്കുന്നതിന് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തണമെന്നും അതിന് 10 ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നും ഡോക്ടർമാർ പറഞ്ഞു. എന്നാൽ സാധാരണക്കാരായ ആ കുടുംബത്തിന് അതിനുള്ള പണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിനിടയിലാണ് എറണാകുളം ലിസി ആശുപത്രിയിലെ സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള ലിസ് റെവൺ പദ്ധതിയെക്കുറിച്ച് അറിയുന്നത്. തുടർന്ന് ലിസി ആശുപത്രിയെ സമീപിച്ചു. പരിശോധിച്ച ഡോക്ടർമാർ അടിയന്തര ശസ്ത്രക്രിയയ്ക്കുള്ള നിർദ്ദേശം നൽകി. കുടുംബത്തിന്റെ സാഹചര്യം മനസ്സിലാക്കി സൗജന്യ ചികിത്സ നടത്താൻ തീരുമാനിച്ചു. പൂജയെ നമ്മുടെ ലിസി ഹോസ്പിറ്റൽ നടത്തുന്ന ലിസ് റവൺ എന്ന ഫ്രീ കോക്ലിയർ ഇംപ്ലാന്റേഷൻ പ്രൊജക്റ്റിൽ അംഗമാക്കാൻ സാധിക്കുകയും 2 ആഴ്ച മുന്നേ പൂജയുടെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സക്സസ്ഫുള്ളായി ചെയ്യുകയും ചെയ്തു. കുഞ്ഞ് ആദ്യമായി ശബ്ദലോകത്തിലോട്ട് എത്തുന്നത് അത് പൂജയുടെ 2ാം ജന്മദിനത്തിൽ തന്നെ
ഒരു ജന്മദിന ഗിഫ്റ്റായിട്ട് ആദ്യത്തെ ശബ്ദം കേൾപ്പിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. 2 ആഴ്ച മുൻപാണ് ശസ്ത്രക്രിയ നടക്കുന്നത്. പിന്നീട് പിറന്നാൾ ദിനത്തിൽ കുഞ്ഞിന്റെ ഇംപ്ലാന്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം. മാതാപിതാക്കളുടെ ശബ്ദം ആദ്യമായി കേട്ടതിന്റെ സന്തോഷമായിരുന്നു പൂജയ്ക്ക്. മകൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പിറന്നാൾ സമ്മാനമാണിതെന്ന് മാതാപിതാക്കൾ. ലിസ്രാവൺ പദ്ധതി ഇതിൻ്റെ ലിസി ഹോസ്പിറ്റലിൽ നടത്തുന്നുണ്ട്, ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞത്. ആ ലിങ്ക് വഴി ഞാൻ രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം ഇവിടെ നിന്ന് എന്നെ കോൺടാക്റ്റ് ചെയ്തു. ഞാൻ വന്നു. പിന്നെ അവിടെ തൊട്ട് ഇവിടെ വരെ ലിസി ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റ്, ഡയറക്ടർ പോളച്ചനും പിന്നെ അതുപോലെ തന്നെ മേഘ ഡോക്ടർ എല്ലാവരും നമുക്ക് അവിടെ തൊട്ട് ഇവിടെ വരെ, ഇന്ന് കൊച്ചിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു, അന്ന് തന്നെ സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റിയതിൽ ഭാഗ്യമുണ്ട്. ഈ നിമിഷം വരെ അവർ നമുക്ക് സപ്പോർട്ടായിരുന്നു. കോക്ലിയർ ഇംപ്ലാന്റ് സർജൻ ഡോക്ടർ മേഘ കൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ. പിറന്നാൾ ദിനത്തിൽ കുഞ്ഞിന് ഇത്രയും നല്ലൊരു സമ്മാനം നൽകാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഡോക്ടർമാരും. 24 കൊച്ചി. രാജ്യത്താദ്യമായി ഓൺലൈൻ ഷോപ്പിംഗിന് ബയോമെട്രിക് സംവിധാനവുമായി ഫെഡറൽ ബാങ്ക്. ഫിംഗർ പ്രിന്റോ ഫേസ് ഐഡിയോ ഉപയോഗിച്ച് സുരക്ഷിതവും ആധികാരികവുമായി ഓൺലൈൻ ഇടപാടുകൾ നടത്താൻ കഴിയും. OTPക്ക് കാത്തുനിൽക്കാതെ അതിവേഗം ഇടപാടുകൾ നടത്താം. OTP വഴിയുള്ള തട്ടിപ്പുകൾ പരമാവധി കുറയ്ക്കാനും ഇതിലൂടെ സാധിക്കുമെന്ന് ഉപഭോക്തൃ ബാങ്കിംഗ് വിഭാഗം നാഷണൽ ഹെഡ് വിരാട് സുനിൽ ദിവാൻജി പറഞ്ഞു. രാജ്യത്താദ്യമായാണ് ഒരു ബാങ്ക് ഓൺലൈൻ ഷോപ്പിംഗ് ഇടപാടുകൾക്ക് ബയോമെട്രിക് സംവിധാനം നടപ്പാക്കുന്നത്. ആഗോള ഫിൻടെക് സേവനദാതാക്കളായ M2P, മിങ്കാസുപേ എന്നീ കമ്പനികളുടെ സഹകരണത്തോടെയാണ് പുതിയ സംവിധാനം. ആൻഡ്രോയിഡ്, iOS സ്മാർട്ട് ഫോണുകളിൽ സൗകര്യം ലഭ്യമാണ്. തുടക്കത്തിൽ ഫെഡറൽ ബാങ്ക് കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന സൗകര്യം വൈകാതെ കൂടുതൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തും. കൂടുതൽ വിവരങ്ങൾക്ക് www.federalbank.co.in ബയോമെട്രിക് ഓതന്റിക്കേഷൻ ഫോർ ഇകോം കാർഡ് ട്രാൻസാക്ഷൻസ് എന്ന ലിങ്ക് സന്ദർശിക്കുക.